ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് IPL കാണാനാണ് ഗൈസ്. IPL ഫൈനൽ കഫിക്കാനയിൽ തന്നെയാണ് പോകുന്നത്, നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്. അവിടെ ഇന്ന് എനിക്കൊന്ന് കാർത്തിയും ഷാരുവും വരുന്നുണ്ട്. പിന്നെ എനിക്ക് IPL അവിടെ നിന്ന് എന്തോ എനിക്കൊന്ന് സ്ട്രീം ചെയ്യുന്നുണ്ട്, ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. തൽക്കാലം ഞാൻ വിചാരിച്ച് പോകുന്നത് ഞാൻ ഇൻ്റർവ്യൂ എടുക്കണത് ഞാൻ മറന്നു. ഇപ്പം സമയമല്ല, ഓൾറെഡി ലേറ്റാണ്. ഞാൻ പിന്നെ ഓക്കെ കപ്പനെ എടുത്തിട്ട് അങ്ങ് ഓടി അങ്ങ് എത്താമെന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, ഞാൻ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ ഇൻട്രോ എനർജിയിലടേ. കുറച്ച് ചമ്മലല്ല, എനിക്കിത് എങ്ങനെ പറയണം, സ്വന്തമായിട്ട് ഈ പറയുന്നത് കുറച്ച് പാടാണ്. അത് ഞാൻ ഡെവലപ്പാക്കിക്കൊണ്ട് വരികയാണ് ഗൈസ്. നിങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ നാച്ചുറലായി വരുമ്പോൾ അത് ശരിയാവും. അപ്പം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എനിക്കറിയാം മറ്റേ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ആ ഒരു എനർജി ഫീലിംഗ് ഇപ്പോൾ കുറവായിരിക്കും, പക്ഷെ അത് വരും ഗൈസ്. ഞാൻ മാക്സിമം അത് നാച്ചുറലായിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് മറ്റേ ഫേക്ക് ചെയ്യണമെന്നില്ല, മനസ്സിലായില്ലേ? അതാണ് കുറച്ച് എൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ഒരു കംഫർട്ട് ഇത് വരുമ്പം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു എനർജി എനിക്ക് വരുമായിരിക്കും. നോക്കാം ഗൈസ്. എനിക്ക് എന്താ പറയല്ലോ, ഉറപ്പൊന്നും പറയാൻ പറ്റൂല, പക്ഷെ ലൈക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, ലൈക്ക് നമുക്ക് വരുന്ന സാധനങ്ങൾ വരുന്ന വഴിക്ക് നടക്കട്ടെ എന്നു പറയൂലേ, ലൈക്ക് വരുന്നത് പോലെ വരട്ടെ. അതാണ്. എന്തായാലും ഈ ജേർണിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദി ഗൈസ്. ലൈക്ക് എനിക്ക് ഒത്തിരി മോട്ടിവേഷനാണ് നിങ്ങൾ ഇടുന്ന ഓരോ മെസ്സേജും കമൻറ്റും ഒക്കെ. ഈ സാധനം പിടിച്ച് കമ്പോലത്ത് ഇതിൽ പിടിച്ച് ചെയ്യാൻ കൈ കിഴക്കുന്നതേ. ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. ട്രൈസിനുള്ള വർക്കൗട്ടായി. അപ്പോൾ ശരി ഗൈസ്, ഓൾറെഡി ഞാൻ ലേറ്റാണ്. ഞാൻ ഒന്ന് ഓടിപ്പോയി കഫിക്കാനയിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പറ്റുമെങ്കിൽ കാർത്തികയും ടീമുകളെയും കാണിക്കാം ഞാൻ അവിടെ ആരൊക്കെ വരുന്നു അവരെയൊക്കെ. ഓക്കെ, ബൈ ഗൈസ്, കാണാം അവിടെ വെച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലിഫ്റ്റിലാണ്. ഇന്ന് IPL കാണാൻ പോകുന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഇന്നൊരു ഫേവറേറ്റ് എന്ന് പറയുന്നത് RCB ആണ്. അയ്യോടാ ലിഫ്റ്റ് തുറന്നു. ഓക്കെ ഗൈസ്, വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ലിഫ്റ്റിൻ്റെ അകത്തോട്ട് ആരോ ചാടി കയറി വന്ന്. അപ്പം ഞാൻ ചമ്മലാണ്, അവരെ മുമ്പ് വെച്ച് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫാക്കിയതാണ് നേരത്തെ. അബ്രപ്റ്റ് സ്റ്റോപ്പ് അതാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCB. RCBയിൽ ലൈക്ക് ഞാൻ സച്ചിൻ ഫാനായിരുന്നു ഗൈസ്. ഞാൻ കൊച്ചിലെ ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ബോധം വെച്ച കാലം മുതലേ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയ ഒരാളാണ്. അപ്പം ആ സമയം മുതലേ സച്ചിന് വേണ്ടിയാണ് ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത് തന്നെ. ഇന്ത്യൻ ടീമിൽ സച്ചിൻ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ TV ഓഫ് ചെയ്ത് വയ്ക്കുക. ആസ് എവരി അതർ ഇന്ത്യൻ ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സച്ചിൻ റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു കോഹ്ലി ഫാൻ ആയിരുന്നു. ബിക്കോസ് Under-19 പെർഫോമൻസും ആ ഒരു വേൾഡ് കപ്പ്, അവരുടെ Under-19 വേൾഡ് കപ്പിൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട് അപ്പോഴേ എനിക്ക് തോന്നിയാണ് പുള്ളി ഭയങ്കര കിടിലൻ കളിക്കാരനാവും എന്നുള്ളത്. അപ്പം അങ്ങനെ ആ സമയം മുതലേ കോഹ്ലിയുടെയും ഫാനായിരുന്നു. അപ്പം പുള്ളി ആ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിട്ടുള്ള ആ ഒരു സംഭാവന വെച്ച് നോക്കിയിലേക്ക് ആ ഒരു കോൺട്രിബ്യൂഷനിൽ എനിക്ക് തോന്നുന്നു ഈ IPL-നും അത്രമാത്രം പുള്ളി എഫേർട്ടും കോൺട്രിബ്യൂഷനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ഒരു IPL സംഭവം ബാംഗ്ലൂരിൽ കിട്ടണമെന്നാണ്. കോഹ്ലി കാരണം എനിക്ക് ഈ ഒരു ടീം ജയിക്കണമെന്നുണ്ട്. അപ്പം നോക്കാം ഗൈസ്, ലൈക്ക് ഒരു നല്ല ഒരു ഇതായിരിക്കും പുള്ളിക്ക് കിട്ടുന്നത്. എനിക്ക് അറിഞ്ഞൂടെ അവരെപ്പോഴൊക്കെയാണ് റിട്ടയർ ചെയ്യാൻ പോകണമെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ലെറ്റ് ഹിം വിൻ. ഈ ഒരു സാധനം നല്ലൊരു സന്തോഷത്തോടെ പുള്ളി ഈ ഒരു സ്പോർട്ടിനോട് വിട പറയട്ടെ, ഇഫ് അറ്റ് ഓൾ ഈസ് റിട്ടയറിങ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് RCB ഇന്നത്തെ കളി ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, മനസ്സിലായില്ലേ? അല്ല, ടീമിനോട് എനിക്ക് വലിയ ആരാധനയൊന്നുമില്ല RCB-നോട്. എനിക്ക് അത്യാവശ്യം ഇവൻ ധോണിയുടെ ഇതിലും CSK എന്ന് പറയുന്നത് എനിക്ക് ധോണിയെ മാത്രമാണ് ഇഷ്ടം. അപ്പം അങ്ങനെ സർട്ടൺ പ്ലെയേഴ്സ് അങ്ങനെ അല്ലാതെ എനിക്കൊരു ടീമും ഭയങ്കര ഒരു അവർ ജയിക്കണമെന്നോ, ബിക്കോസ് എന്തായാലും അതിന് ഓണേഴ്സിനാണ് കാശ് കിട്ടുന്നത്, നമുക്കല്ല കിട്ടുന്നത്. പക്ഷെ നമുക്ക് കൊള്ളാവുന്ന കളിക്കാരെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളിക്കാർ ഓരോരോ ടീമിൽ കളിക്കുന്നത്. അതാണ് അവർ മേജറിൽ ഇങ്ങനെ ഓരോ കളിക്കാർ ഓരോ ടീം എടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയാണ്. അവരുടെ ആ ഒരു പോപ്പുലാരിറ്റി യൂസ് ചെയ്ത് ഫ്രാഞ്ചൈസിയിൽ ഫാൻസ് ഉണ്ടാക്കണം, അവരുടെ ആ ഒരു ഫാൻ വാർ ഉണ്ടാക്കണം, ആ ഒരു സംഭവമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫേവറേറ്റ് കളിക്കാരൻ എനിക്ക് തോന്നുന്നത് ഹി ഡിസേർവ്സ് ടു വിൻ ഈ ഒരു IPL. ഇത്രയും ക്ലോസ് ആയിട്ട് ഫൈനലിൽ എത്തിയ സ്ഥിതിക്ക് ഇവൻ ശ്രേയസ് അയ്യറും നല്ല കളിക്കാരനാണ്, പക്ഷേ ദ ഗോട്ട് ഷുഡ് വിൻ, കോഹ്ലി ഷുഡ് വിൻ ഗൈസ്. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം IPL എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാർത്തികയൊക്കെ ഉണ്ടായിരിക്കും അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ ഓൾറെഡി ലേറ്റാണ് ഗൈസ്. ഞാൻ ഒന്ന് പറത്തി വിട്ട് പൊക്കിവിട്ടു. ടാറ്റ ബൈ. ഇങ്ങനെ ഓരോ കഷ്ടപ്പാടുകൾ. ആടാ ഇതാണ് കഫിക്കാണ്. റിലാക്സ് ഇട്ടേക്കുന്നുണ്ടാവും.
ഇവിടെ കളി കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഇതാണ് ഗൈസ്. നമ്മളിങ്ങനെ വരുന്നു, ഇത്രയും നല്ല സെറ്റപ്പിൽ IPL ഫൈനൽ നമ്മൾ കാണും. ഏതാണ് നമ്മുടെ ടേബിൾ? അവിടെ ഇരിക്കാം. IPL കാണുന്നു. എന്താവും ഗൈസ്? അയ്യോ എന്താ കോപ്പിറൈറ്റ് അടിക്കുമെന്ന്. ഓക്കെ ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. IPL ആരന്മാർ എനിക്ക് അടിച്ചു തന്നു കഴിഞ്ഞാൽ അത് വേണ്ട. കാരണം ഞാൻ മറ്റേ ജനറലിലുള്ള കാണിച്ചായിരുന്നു. മറ്റേ ഈ ഒരു സാധനം ഉണ്ടോ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ IPL ട്രോഫി നമ്മൾ ഡയറക്റ്റ് TV കാണിക്കുന്നില്ല. ടെക്നിക് അതിന് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വെയിറ്റിംഗ് ഫോർ കാർത്തിക്, ഷാരു, അങ്ങനെ നമ്മുടെ സഹൽ ഭായ് കപ്പിക്കാനാണ്. എടാ ഇതേപോലെയാണ് ഞാനും, മനസ്സിലായോ? ഇല്ല കുഴപ്പമില്ല, എന്നാലും ഇതേപോലെയായിരുന്നു ഞാനും ഗൈസ്. ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആൾക്കാരെ ഇങ്ങനെ ആക്കാൻ തുടങ്ങി. അവിടെ ഞാനും നിൽക്കാം. എന്നാ ഇപ്പൊ കുഴപ്പമില്ല. ആ ഗൈസ് ഇപ്പൊ അത് തിരിച്ചു ചെയ്യുന്ന കുഴപ്പമില്ല. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എനിക്ക് അവിടെ നിന്ന് ഇതും കാണാൻ പറ്റും, നമുക്ക് റിഫ്ലക്ഷൻ നമ്മളെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, പുള്ളിയാണ് നമ്മുടെ കപ്പിക്കാനുള്ള കോണ്ടാക്ട്. ഇവിടെ ലൈവ് സ്ട്രീം ഇതിൻ്റെ പേര് ലൈവ് ടെലികാസ്റ്റ് IPL-ൻ്റെ അത് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പാണ് ഗൈസ്. കൊച്ചിയിൽ ഇതുപോലത്തെ ഒരു TV സ്ക്രീൻ വേറെ അധികം സ്ഥലങ്ങളിലില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ മാച്ച് വരുമ്പോൾ നമ്മളിവിടെയാണ് വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കാർത്തിക്കും ഷാരുവും എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ആരെയും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു ബനാന സ്മൂത്തിയും പറഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. നോക്കാം, കൊള്ളാം നോക്കാം. കുറച്ച് ഡിലേ ആയിപ്പോയി. എന്നെ ചെറുതായിട്ടൊന്ന് തളർത്തി ഒരാള്. എന്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോയായിരുന്നു. എന്റെ ഇൻട്രോയിലൊക്കെ വലിയ ഇതാണ് ഷാരു ഗൈസ്. നമ്മളെ അറിയില്ല ഷാരു ഒരു ഇൻഫ്ലുവൻസർ ആണ് ഗൈസ്. അതെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇൻഫ്ലുവൻസർ ആണ്. ഇതാണ് ഗൈസ്. എന്തൊക്കെയൊക്കെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു ഗൈസ്. അങ്ങനെ നമ്മളൊരു സ്റ്റൈലിംഗ് സംഭവം വരുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലതായിട്ട് എഡിറ്റ് ചെയ്യണം. കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യണം. നീ മറ്റേ സ്ലോ മോഷനിലൊക്കെ വരുന്നത് നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. അത് കണ്ടു നോക്കണം കേട്ടാ. ഞാനാണ് സ്റ്റൈൽ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ സ്റ്റൈൽ പുള്ളിക്കാരിയാണ്. അങ്ങനെ നമ്മൾ ഞാൻ ഓരോന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ സാധനം ചെയ്യാത്തുണ്ട്. കുറച്ച് ആംഗിൾ പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ ടെസ്റ്റിംഗ് സംഭവമാണ്. ഒരു 100 വ്ളോഗ് കഴിയുമ്പോൾ ഗൈസ് I will be perfect. എന്നെ പൊക്കത്തി പറയുന്നു. അപ്പൊ ഞാൻ സീറ്റ് സെറ്റ് ആകട്ടെ. ബൈ ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ. കണ്ടാ ഗൈസ്, ഒരുമാതിരി ബീച്ചിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ. ഷാരു അപ്പുറത്തൊരു അജ്ഞാത സുന്ദരിയുണ്ട്, ഞാൻ കാണിക്കല്ലോ ആരാണെന്ന്. സീക്രട്ട്. Guys, here is the banana shake. അവിടെയാണ് ക്രിക്കറ്റ്. നമ്മളിങ്ങനെ ബനാന ഷേക്ക് കുടിച്ചിട്ട് ഇരുന്ന് ക്രിക്കറ്റ് കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സൂപ്പർ ഗൈസ്. അതിൽ ഐസ്ക്രീം കുറച്ചിട്ട് എടുക്കാൻ പറഞ്ഞാണ്. യോഗേർട്ട് കൂടുതലുണ്ട്. ബനാന യോഗേർട്ട് ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എൻ്റെ മോനെ കൂടെ വേണം. കൊള്ളാം ഗൈസ്. വലിയ മധുരമൊന്നുമില്ല. അത് പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഗുഡ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. നമുക്ക് പരിചയമുള്ള കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. ചിയേഴ്സ് ഗൈസ്. ആരായി മന്ദം നടന്നു വരുന്നത് നോക്കൂ ഗൈസ്. Here comes the pain. ബ്രോയുടെ വ്ളോഗ് ഒരു ഹായ് തരാമോ? എന്റെ വ്ളോഗിൽ ഇപ്പൊ നീയാണ് മൊത്തം. ആണോ? ഇവിടെ കൂടെ അടിക്കണാപ്പിയ ശരുവിനെ. എടുക്കുന്നതിന് എനിക്കിങ്ങനെ
ഒരു പൂ മാത്രല്ല ചോദിച്ചത് പൂക്കാരൻ വേറെ ലെവൽ ആംഗിൾ ചേഞ്ച് ഒക്കെയാണ്. എന്റെ വ്ളോഗ് എവിടെ ചോദിക്കും. നോക്കടാ നിന്റെ വ്ളോഗ് എവിടെ? ഞാൻ ഇന്ന് വ്ളോഗ് ബ്രേക്ക് എടുത്തു. ഞാൻ തുടങ്ങിയപ്പം പ്രമുഖ ബ്ലോഗർമാരൊക്കെ ബ്രേക്ക് എടുക്കുന്നു. ഇന്ന് ഒരു നൈറ്റ് മാത്രം. ഓക്കെടാ. ഞാൻ രാവിലെയൊക്കെ വ്ളോഗ് ചെയ്തു. ഞാൻ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ നിൽക്കാറുള്ള സുഹൃത്തുക്കൾ. ഇന്ന് ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത് ഒരു കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. ഇന്നലെ സനുപ്രോ മറ്റേ ഇല്ല കടയുടെ പേരെന്തരായിരുന്നു? കടയുടെ പേരെന്തരായിരുന്നു? ഹോളിവുഡ് മൂവിയാണ്. ഇന്നലെ നമ്മൾ പോയ കടയുടെ പേരെന്തരായിരുന്നു? നമ്മൾ പോയ കോസ് കഫേ. അവിടത്തെ ഊള കോഫി കണക്കല്ല, നല്ലൊരു കോഫി കുടിക്കണം. എന്തൊരു കോസ് കഫേ അടിപൊളിയായിരുന്നു കേട്ടാ. കോൾഡ് ബ്രൂ കുടിച്ചിട്ടില്ലാത്തവരിങ്ങനെ പലതും 24 മണിക്കൂർ പഴകിയ കോഫി. 24 മണിക്കൂർ ബ്രൂ ചെയ്ത കോഫിയാണ്, പഴകിയ കോഫിയാണ്. ഞാൻ എന്ത് പറയാനാണ്. എന്നിട്ട് അതിന്റെ അകത്ത് കരിക്കും കൂടെ ഒഴിച്ചെന്തേക്കും. ടെൻഡർ കോക്കനട്ടും കോൾഡ് ബ്രൂവും കൂടെ. അവന്റെ അടുത്തല്ല ചോദിക്കാനുള്ള, അവന് നല്ല കഞ്ഞിയും പയറും പപ്പടം അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും. വീട്ടിലൂടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഫുഡ് ബ്ലോഗിങ് ഞാൻ വിചാരിച്ച പുതിയതൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ. പാവം പയ്യൻ കോൾഡ് ബ്രൂ ഒക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോ കുടിച്ചോണ്ടെങ്കിൽ പല ഒരു 500 ആക്ഷനൊക്കെ ചുമ്മാ അടിപൊളി സാധനമാണ് കേട്ടാ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി അത് വാങ്ങിക്കാൻ പറ്റുമോ? അതിനാണെങ്കിൽ 260 രൂപയാണ്. പോയി കഴിച്ചു പലതും പറയും. നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ 24 മണിക്കൂർ ബ്രൂ ചെയ്ത കോഫി, പഴകിയ കോഫി എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ കേൾക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, സത്യസന്ധമായി പറഞ്ഞ മറുപടിയാ സുഹൃത്തുക്കളെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ ഗൈസ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എന്റെ ബനാന സ്മൂത്തി കുടിക്കട്ടെ. ഗൈസ്, നമുക്ക് അജ്ഞാത സുന്ദരി കുക്കീസ് തന്നിരിക്കുകയാണ്. അജ്ഞാത സുന്ദരി ഇതാ എവനും കിട്ടിക്കൊടുത്തിട്ടുണ്ട്. അജ്ഞാത സുന്ദരി കയ്യൊക്കെ വരുന്നത്. എടാ ഇത് കുടിച്ചു നോക്കിയേ നീ. ബനാന സ്മൂത്തി ഇപ്പൊ മനസ്സിലാവോടാ. വേണ്ട, കോൾഡ് കോഫി മതി. കോൾഡ് കോഫി വിത്തൗട്ട് ഷുഗർ. ഒരു ഡയബറ്റീസ് പേഷ്യന്റിന്റെ രോദനം. നീയല്ലേ ഷുഗർ ഒന്നും വേണ്ടെന്ന്? അങ്ങനെ ഡയബറ്റീസ് ഇല്ല സുഹൃത്തുക്കളെ, പക്ഷെ ഡയറ്റ് പ്രകാരം എനിക്ക് ഷുഗർ കഴിച്ചൂടാ. ഓക്കെ, നമ്മളെ പയ്യൻ വന്നിരിക്കുകയാണ്. ഓക്കെ, വെക്കാനുള്ള സ്ഥലം നോക്കി നടക്കുകയാണ്. കിടില സാധനമല്ലേ നീ ഉണ്ടാക്കിയതാ? ഓ, സ്വന്തമായിട്ട്? ഓ, ബേക്കറി എല്ലാം തുടങ്ങണേ. കിടില സാധനമല്ലേ. അവക്കൂടെ ഒരു കടി കൊടുത്ത മൊത്തത്തിൽ തീർക്കാതെ ശരണി കൂടെ കൊടുത്താണ്. സ്വന്തം പാക്കറ്റിന് തരൂലേ? എടുക്കണം. നീ ഓർക്കണ്ട, ഒരു മഞ്ഞ കളറുള്ള പണ്ടത്തെ ബിസ്ക്കറ്റ്, ഒരു കുഞ്ഞു 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 അതിന്റെ ടേസ്റ്റ്. പക്ഷെ കോക്കനട്ട് ഫീൽ ഉണ്ട്. ഇല്ല, കാഷ്യൂ, പിന്നെ ഒരു നട്ട്സിന്റെ ഒക്കെ ഫീൽ. മിൽക്കി കൊള്ളാം, നല്ല രുചിയാട്ടാ. ഇത് എന്റെ പൊതിയാണ്, സനുപ്രയുടെ പൊതിന്ന് എടുക്കൂ സുഹൃത്തുക്കളെ. എന്റെ പൊതിന്ന് അടിച്ചു മാറ്റുന്നു. കൊള്ളാം. പാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അയ്യോ, എടുത്തോണ്ട് കിണ്ണ സാധനം അവിടെ. താങ്ക് യു കേട്ടാ, കിണ്ണ സാധനം. നമുക്ക് വേണ്ടി അതെന്റെ സുന്ദരിയുടെ സുപ്രീം ചിക്കൻ സുപ്രീം. ഇത് ഷാനുവിന്റെ സാലഡ്. ഇതും അവളുടെ ബനാന ഷേക്ക് തന്നെ. എന്റെ കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇൻട്രസ്റ്റ്. നൈസാണ്. ഇത് നൈസാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കൈ കൊണ്ട് കുത്തണം അല്ലേ? തീർച്ചയായിട്ടും. ഹലോ ഗൈസ്, ഹലോ മൈക്ക് ചെക്കിങ്. ഗൈസ്, ഈ ഒരു ചിക്കൻ അടിപൊളിയാട്ടാ. ഫോർക്കൊക്കെ വെച്ച് മുറിക്കാന്നാണ് എന്റെ വിശ്വാസമായിരുന്നു, പറ്റിയില്ല. ഗൈസ്, ക്യാമറ സെറ്റാണ്. ഓക്കെ ഗൈസ്,
ഇന്ത്യയിൽ വന്നു. നിനക്കത് കഴിച്ചൂടല്ലോ. എടാ, എനിക്ക് ഒരു ബൈറ്റിടാം. വരാണ്ട് ഇത്ര വേണം. ആ ബൈ ബൈ കോഫി നല്ല ടേസ്റ്റ് ഇടില്ല അല്ലേ? കുറച്ച് ക്രിസ്പി ആണെന്നേ ഉള്ളൂ. ഹെൽത്തി, ഇടി, ഉപ്പൊക്കെ കുറവാ. അങ്ങനെ ഒരുപാട് വാങ്ങി പോലെ ഡിപ്പ് വെച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട, ഇപ്പൊക്കെ കഴിക്കാനാണ് നല്ലത്. വേണ്ട, ഐ ലൈക്ക് ഇറ്റ് ഗുഡ്. കേട്ടാ എല്ലാം വന്നു. ഓൾമോസ്റ്റ് 20-25 മിനിറ്റത്തെ ഫുട്ടേജിന്റെ ഓടി അടിച്ചു പോയത്. അയ്യോ, പക്ഷെ അതുകൊണ്ട് നീ കണ്ടില്ലല്ലേ ആ വീഡിയോ? കണ്ട് ഞാൻ ഒരു മുടി വോയിസ് ഓവർ ചെയ്യണ കണ്ടു. അത് ചെയ്താണ് ഏറ്റവും കിടിലായത് അല്ലേ? ആണോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിടത്ത് ഒരു ക്ലാസ് അല്ല, അതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാവേ. അവള് പറഞ്ഞ ഹോംവർക്ക് ചെയ്യാത്ത ഒരു ദിവസം വന്ന് ഹോംവർക്ക് തന്നിട്ട് അവള് പോയി. ഇത് അവളെ കിട്ടാല്ലേ, അവള് കല്യാണം കഴിഞ്ഞ ഏകദേശം. നീ എവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞേ, എവൻ ഹോംവർക്ക് തന്ന് ഇന്നലെ വീട്ടിൽ വന്ന് ചെയ്തോന്ന് ചെക്കും ചെയ്തു. മനസ്സിലായില്ലേ? അതിലാണ് സത്യം പറഞ്ഞ ഞാൻ പാട്ടൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് എന്റെ സ്റ്റുഡൻസ് ഒന്നും ഫെയിൽ ആവാൻ സമയത്ത് പിടിച്ച് ചന്തിക്കടിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ ഡയലോഗ് അടിക്ക് മാത്രം ഡയലോഗ് അടിയും ഷേക്ക് പിടിയും. A few moments later. അങ്ങനെ ജയിച്ചു ഗൈസ് കോഹ്ലി. ജയിച്ചു ഗൈസ്. IPL ഒക്കെ കഴിഞ്ഞു ഗൈസ്. എന്താ മഴ. IPL ഒക്കെ കഴിഞ്ഞു. RCB ജയിച്ചു. ഈ മഴയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. നല്ല ഇടുമഴ ഗൈസ്. വെൽ ഡിസേർവ്ഡ് വിന്നായിരുന്നു ഗൈസ് RCB. വർഷമായിട്ട് വിരാട് കോഹ്ലി ഓരോ സീസണിലും റൺസ് സ്കോർ ചെയ്യേണ്ടതിന് കയ്യും കണക്കില്ല. പക്ഷെ ടീമായിട്ട് കളിച്ച് അവന് ആ ഒരു കപ്പ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം അവർക്ക് പറ്റിയിട്ടില്ല. ആൻഡ് ദിസ് ഇയർ സംഹൗ ദാറ്റ് കേഴ്സ് അങ്ങ് ബ്രേക്ക് ചെയ്തവർ. വെരി ഹാപ്പി ഫോർ ദെയർ വിൻ. അടുത്ത വർഷമൊക്കെ ഇനി അവർ തോറ്റാലും കുഴപ്പമില്ല കേസ്. വിരാട് കോഹ്ലിക്ക് ഈ ഒരു കപ്പ് വേണമെന്നുള്ളൊരു മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ IPL തുടങ്ങിയ സമയം മുതൽ നമ്മൾ RCB സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും പുള്ളിക്ക് ഈ ഒരു കപ്പ് കിട്ടാൻ വേണ്ടി. വെരി ഹാപ്പി ഗൈസ്. വെരി ഇമോഷണൽ സ്പീച്ച് ആയിരുന്നു പുള്ളിക്ക്. നൈസായിരുന്നു ഗൈസ്. എന്തായാലും വെൽ ഡിസേർവ്ഡ് വിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാണാം.